ഡ്യുവറ്റ് റൗണ്ട് ആണ്. പ്രവീണ പേടിക്കണ്ട, ഞാൻ മലയാളത്തിൽ സംസാരിച്ചോളാം. ഞങ്ങൾ എല്ലാരും സർപ്രൈസ് ആയിട്ട് കാത്തിരിക്കുകയാണ് ആരാണ് കൂടെ പാടുന്നതെന്ന് അറിയാൻ വേണ്ടിട്ട്. ആരാണ് പാടുന്നത്? ഇപ്പൊ പറയണ്ട, നമുക്ക് വിളിക്കാം. എന്നെ വിളിക്കാം. ഏത് പാട്ടാ പാടുന്നത്? നിങ്ങള് കല്ലായി കടവത്തെ എന്ന് പറയുന്നത്. കല്ലായി കടവത്തെ. ജയചന്ദ്രൻ ചേട്ടന്റെ കൂടെ പാടാൻ വരുന്ന ആളെ വരൂ എന്ന് പറയൂ. കൂടെ പാടാൻ വരുന്ന ആളെ വരൂ. വരൂ. മനസ്സിലായില്ലേ മാറിപ്പോയില്ലേ? അതെ, മറ്റേ ഹവ ഹവ പാടിയ ആളായിട്ട് ഇല്ല. അടിപൊളി, താങ്ക് യു. നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരേ ടൈപ്പ് ചുരിദാറൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട്. ഭാഗ്യലക്ഷ്മി, ഹായ് ചേച്ചി. എന്തായിരുന്നു റെസ്പോൺസ് ഇവിടുന്ന് പോയിട്ട്? പ്രോഗ്രാമിന് ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് ജഡ്ജസിന് എല്ലാവരും ചോദിക്കാറുണ്ട്, പ്രത്യേക അന്വേഷണം പറയാറുണ്ട്. താങ്ക് യു. അപ്പൊ എന്താ മറുപടി പറയാറ്? പറയാന്ന് പറയാം. തിരിച്ച് ഞാൻ പറയാന്ന് ഡെയ്ന മീനാക്ഷി ഒന്നും ചോദിക്കാറില്ല അല്ലേ? ചോദിക്കാറുണ്ട്. എന്താ ചോദിക്കാറ് ഞങ്ങളെ കുറിച്ച്? അത് പറയാൻ പറ്റില്ല. നിങ്ങളുടെ അവതരണം നല്ല അടിപൊളിയാന്ന് പറയാറുണ്ട്, അന്വേഷണം പറയാറുണ്ട്. അതെ അല്ലേ, അടിപൊളി തന്നെയല്ലേ പറയാറ്. ഓക്കെ, അത് കേട്ടാ മതി. ഓക്കെ, അപ്പൊ എന്തായാലും ഭാഗ്യലക്ഷ്മി തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മുടെ പ്രവീണയെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഭാഗ്യലക്ഷ്മി കലക്കൂ. അതെ, കലക്കും. പ്രവീണയുടെ പെർഫോമൻസിനാണെന്ന് ജഡ്ജസ് മാർക്ക് ഇടുക. അപ്പൊ ഭാഗ്യലക്ഷ്മി സപ്പോർട്ട് ചെയ്യല്ലോ. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടില്ലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയേ, വരുമെന്നു പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല, കൽവിലെ മൈന ഇന്നും ഉറങ്ങിയില്ല, മധുമാസരാവിൻ വെൺചന്ദ്രനായി ഞാൻ
അടുത്ത് നിന്നിട്ടും